ചാമ്പ്യൻസ് ലീഗിൽ ബാഴ്സലോണയുടെ പ്രതീക്ഷകൾ ക്വാർട്ടർ ഫൈനലിൽ അവസാനിച്ചു. എൽ ക്ലാസിക്കോയിലെ തോൽവിയോടെ ലാലിഗയിലും ബാഴ്സയുടെ കിരീട പ്രതീക്ഷ അവസാനിച്ചു. അടുത്ത സീസണിൽ ടീമിനൊപ്പം പരിശീലകനായി തുടരില്ലെന്ന് കോച്ച് സാവി നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. ഇതോടെ പകരം പരിശീലകനെ കണ്ടെത്താൻ ബാഴ്സലോണ നിർബന്ധിതരായി. പലരെയും പരിഗണിച്ചെങ്കിലും ബാഴ്സയുടെ മുൻ താരവും യൂത്ത് ടീം കോച്ചുമായ റാഫേൽ മാർക്കസ് സാവിയുടെ പിൻഗാമിയാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്നാൽ ബാഴ്സലോണ മാനേജ്മെന്റിന് മറ്റൊരു സീക്രട്ട് പ്ലാൻ ഉണ്ടെന്ന് സ്പാനിഷ് മാധ്യമം സ്പോർട്ട് റിപ്പോർട്ട് ചെയ്യുന്നു. ഇതനുസരിച്ച് സാവി ഒരു വർഷം കൂടി ബാഴ്സലോണയിൽ പരിശീലകനായി തുടരും. സാവിയെ നിർബന്ധിച്ച് ബാഴ്സയിൽ നിലനിർത്തുമെന്നാണ് സ്പോർട്ടിന്റെ കണ്ടെത്തൽ. അടുത്ത വർഷം കരാർ അവസാനിക്കുന്ന മാഞ്ചസ്റ്റർ സിറ്റിയുടെ പെപ് ഗാർഡിയോള, ആഴ്സണലിന്റെ മിഗേൽ അർട്ടേറ്റ, PSG-യുടെ ലൂയിസ് എൻറിക്കെ എന്നിവരിൽ ഒരാളെ സാവിയുടെ പിൻഗാമിയായി നിയമിക്കുകയാണ് ബാഴ്സയുടെ ലക്ഷ്യം. ഇവരിൽ ഗാർഡിയോളയ്ക്ക് തന്നെയാണ് ബാഴ്സ പ്രഥമ പരിഗണന നൽകുന്നത്. ബാഴ്സയുടെ പരിശീലകനായി സാധ്യമായ കിരീടങ്ങളെല്ലാം സ്വന്തമാക്കാൻ ഗാർഡിയോളയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. സിറ്റിയിൽ ഗാർഡിയോളയുടെ വാർഷിക ശമ്പളം $24.9 മില്യൺ. സാവിക്ക് ബാഴ്സലോണ വാർഷിക ശമ്പളമായി നൽകുന്നത് $8.6 മില്യൺ. ബാഴ്സയുടെ സാമ്പത്തിക പ്രതിസന്ധി മനസ്സിലാക്കി $10 മുതൽ $15 മില്യൺ വരെ വാർഷിക പ്രതിഫലത്തിൽ ഗാർഡിയോള ക്യാമ്പ് നൗവിലേക്ക് തിരിച്ചെത്തുമെന്നാണ് ബാഴ്സയുടെ പ്രതീക്ഷ. എന്നാൽ ബാഴ്സയിലേക്ക് ഇനിയൊരു മടക്കമില്ലെന്ന് നേരത്തെ തന്നെ ഗാർഡിയോള വ്യക്തമാക്കിയിരുന്നു. ഗാർഡിയോള ഈ നിലപാടിൽ ഉറച്ചു നിന്നാൽ അർട്ടേറ്റയായിരിക്കും ബാഴ്സയുടെ അടുത്ത ലക്ഷ്യം. അർട്ടേറ്റയും നിരസിച്ചാൽ ബാഴ്സ ലൂയിസ് എൻറിക്കയെ സമീപിക്കും. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.